മൂഡിലിന്റെ കോഴ്സ് അഡ്മിനിസ്ട്രേഷൻ എന്ന സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിക്കുന്നത് മൂഡിലിലെ കോഴ്സ് അഡ്മിനിസ്ട്രേഷൻ, കോഴ്സിലെ ആക്ടിവിറ്റീസ്, റിസോഴ്സസ് എന്നിവ. ഈ ട്യൂട്ടോറിയൽ റെക്കോർഡ് ചെയ്യുവാൻ ഞാൻ ഉപയോഗിക്കുന്നു ഉബുന്റു ലിനക്സ് OS 16.04, XAMPP 5.6.3 എന്നതിലൂടെ ലഭ്യമാക്കിയ അപ്പാച്ചെ, MariaDB, PHP, Moodle 3.3, ഫയർഫോക്സ് വെബ് ബ്രൗസർ. നിങ്ങൾക്കിഷ്ടമുള്ള ഏതെങ്കിലും വെബ് ബ്രൗസർ ഉപയോഗിക്കാം. എങ്കിലും ചില പ്രദർശന പരിമിതികൾ കാരണം ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ഒഴിവാക്കണം. ഈ ട്യൂട്ടോറിയൽ നിങ്ങളുടെ സൈറ്റ് അഡ്മിനിസ്ട്രേറ്റർ ഒരു Moodle വെബ്സൈറ്റ് ഉണ്ടാക്കി ഒരു ടീച്ചറായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഈ ട്യൂട്ടോറിയൽ പഠിക്കുന്നവർക്ക് Moodleൽ ടീച്ചർ ലോഗിൻ ഉണ്ടായിരിക്കണം. അഡ്മിനിസ്ട്രേറ്റർ അവർക്ക് ഒരു കോഴ്സെങ്കിലും അസൈൻ ചെയ്തിട്ടുണ്ടാകണം. ചില കോഴ്സ് മെറ്റീരിയൽ അവർ സ്വന്തമായി അപ്ലോഡ് ചെയ്യണം. ഇല്ലെങ്കിൽ ഈ വെബ്സൈറ്റിലെ പ്രസക്തമായ Moodle ട്യൂട്ടോറിയലുകൾ റഫർ ചെയ്യുക. ബ്രൗസറിലേക്ക് സ്വിച്ച് ചെയ്യുക. നിങ്ങളുടെ Moodle സൈറ്റ് തുറക്കുക. നിങ്ങളുടെ ടീച്ചർ യൂസർ നെയിം, പാസ്വേഡ് എന്നീ വിശദാംശങ്ങൾ കൊടുത്ത് ലോഗിൻ ചെയ്യുക. ഞാൻ ഇതിനകം ടീച്ചർ റെബേക്ക റെയ്മണ്ട് ആയി ലോഗിൻ ചെയ്തു. നമ്മൾ ടീച്ചേഴ്സ് ഡാഷ്ബോർഡിൽ ആണ്. ഇടതുവശത്തുള്ള നാവിഗേഷൻ മെനുവിൽ മൈ കോഴ്സസ് എന്നതിനു താഴെ കാൽക്കുലസ് നോക്കുക. ദയവായി ശ്രദ്ധിക്കുക, നിങ്ങൾ ടീച്ചർ അല്ലെങ്കിൽ സ്റ്റുഡന്റ് ആയി എൻറോൾ ചെയ്ത എല്ലാ കോഴ്സസും ഇവിടെ ലിസ്റ്റ് ചെയ്യപ്പെടും. കാൽക്കുലസ് കോഴ്സ് ക്ലിക്ക് ചെയ്യുക. മുൻപത്തെ ട്യൂട്ടോറിയലുകളിലെ കോഴ്സ് ടോപ്പിക്സ് സമ്മറീസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തു. നമ്മൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ മുൻപത്തെ ട്യൂട്ടോറിയലിലെ അസൈൻമെന്റ്സ് നോക്കുക. നമ്മൾ ചില ഉപയോഗപ്രദമായ കോഴ്സ് സെറ്റിംഗ്സിനെ കുറിച്ച് പഠിക്കും. സെക്ഷന്റെ മുകളിൽ വലതുവശത്തുള്ള ഗിയർ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്യുക. സെക്ഷൻസ് എക്സ്പാൻഡ് ചെയ്യുവാൻ വലതുവശത്തുള്ള എക്സ്പാൻഡ് ഓൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണുന്ന സെറ്റിംഗ്സ് കോഴ്സ് ഉണ്ടാക്കിയപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ ഡിഫൈൻ ചെയ്തതാണ്. ജനറൽ സെക്ഷനിൽ നമുക്ക് കോഴ്സ് ഫുൾ നെയിം ഉണ്ട്. കോഴ്സ് പേജിന്റെ മുകളിൽ ഈ പേര് കാണാം. കോഴ്സ് നാവിഗേഷൻ, കോഴ്സ് സംബന്ധിച്ച ഇമെയിൽസ് എന്നിവയിൽ കോഴ്സ് ഷോർട്ട് നെയിം കാണിച്ചിരിക്കുന്നു. കോഴ്സ് കാറ്റഗറി ഇതിനകം അഡ്മിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കോഴ്സ് സ്റ്റാർട്ട് ഡേറ്റ്, കോഴ്സ് എൻഡ് ഡേറ്റ്, കോഴ്സ് ID നമ്പർ എന്നിവ നമ്മുടെ സ്വന്തം ആവശ്യത്തിനനുസരിച്ച് മാറ്റാം. ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ കോഴ്സ് സമ്മറി ടെക്സ്റ്റ് ബോക്സ് കാണുക. ഞാൻ ഇപ്പോൾ കണ്ടന്റ് ഡിലീറ്റ് ചെയ്ത് താഴെയുള്ളത് ടൈപ്പ് ചെയ്യും. എന്റെ വിദ്യാർത്ഥികൾ എന്റെ കോഴ്സിന്റെ ആദ്യത്തെ പേജിൽ ഇത് കാണും. അടുത്തതായി കോഴ്സ് സമ്മറി ഫയൽസ് ഫീൽഡ്. കോഴ്സ് സമ്മറിയുടെ കൂടെ ഏത് വിദ്യാർത്ഥികൾക്കും കാണാവുന്ന ഫയലുകളാണ് ഇവ. ഡിഫോൾട്ടായി JPG, GIF, PNG ഫയൽ ടൈപ്സ് എന്നിവ മാത്രമേ കോഴ്സ് സമ്മറി ഫയലുകളായി അനുവദിക്കൂ. ഒരു ഫയൽ അപ്ലോഡ് ചെയ്യുവാൻ 3 വഴികളുണ്ട്. ഫയൽ ബോക്സിൽ ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യുക. മുകളിൽ ഇടതുവശത്തുള്ള അപ്ലോഡ് അല്ലെങ്കിൽ ആഡ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. താഴേക്കുള്ള ആരോ അടയാളത്തിൽ ക്ലിക്ക് ചെയ്യുക. അപ്ലോഡ് അല്ലെങ്കിൽ ആഡ് അല്ലെങ്കിൽ താഴേക്കുള്ള ആരോ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഫയൽ പിക്കർ ഡയലോഗ് ബോക്സ് തുറക്കുന്നു. ഇടത് മെനുവിലെ അപ്ലോഡ് എ ഫയൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ബ്രൗസ് അല്ലെങ്കിൽ ചൂസ് ഫയൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ആവശ്യമുള്ള ഫയൽ നിങ്ങളുടെ മെഷീനിൽ നിന്നും തിരഞ്ഞെടുക്കുക. എന്റെ സിസ്റ്റത്തിൽ നിന്ന് ഞാൻ calculus.jpg തിരഞ്ഞെടുക്കുന്നു. ഇത് സേവ് ആസ് ഫീൽഡിൽ ടൈപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മറ്റൊരു പേര് നൽകാം. ഓഥർ, ലൈസൻസ് വിശദാംശങ്ങൾ എന്നിവ ബന്ധപ്പെട്ട ഫീൽഡുകളിൽ നൽകുക. അവസാനം അപ്ലോഡ് ദിസ് ഫയൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.
അങ്ങനെയാണ് നമുക്ക് കോഴ്സ് സമ്മറി ഫയലുകൾ അപ്ലോഡ് ചെയ്യുവാൻ കഴിയും. അടുത്തത് കോഴ്സ് ഫോർമാറ്റ് ആണ്. കോഴ്സ് ഫോർമാറ്റ് വിദ്യാർത്ഥികൾക്കായി റിസോഴ്സസ്, ആക്ടിവിറ്റീസ് എന്നിവ ക്രമീകരിച്ചിട്ടുണ്ട്. ഫോർമാറ്റ് ഡ്രോപ്പ് ഡൗണിൽ 4 ഓപ്ഷനുകൾ ഉണ്ട്: സിംഗിൾ ആക്ടിവിറ്റി ഫോർമാറ്റ്, സോഷ്യൽ ഫോർമാറ്റ്, ടോപ്പിക്സ് ഫോർമാറ്റ്, വീക്ക്ലി ഫോർമാറ്റ് എന്നിവ. നമ്മുടെ അഡ്മിൻ ടോപ്പിക് ഫോർമാറ്റ് തിരഞ്ഞെടുത്തു. നമ്മൾ അതുപോലെ തന്നെ വിടും. അടുത്ത സെറ്റിംഗ്സ് ഹിഡൻ സെക്ഷൻസ് ആണ്. ഇവ ഒരു കോഴ്സിലെ വിദ്യാർത്ഥികളിൽ നിന്ന് മറച്ചുവെക്കുവാൻ കഴിയുന്ന ബേസിക് ടോപ്പിക്സ് ആണ്. ഒരു ടോപ്പിക് ഉണ്ടെങ്കിൽ ഇത് ഉപയോഗപ്രദമാകും. അത് ടീച്ചർ ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല. വിദ്യാർത്ഥികൾക്ക് ഹിഡൻ സെക്ഷൻസ് എങ്ങനെ അവതരിപ്പിക്കാമെന്ന് ഈ സെറ്റിംഗ്സ് തീരുമാനിക്കുന്നു. ഈ ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നതിന് വിദ്യാർത്ഥികൾക്ക് ചുരുങ്ങിയ രൂപത്തിൽ കണ്ടന്റ് കാണിക്കും. ഈ ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നത് വിദ്യാർത്ഥികളിൽ നിന്ന് കണ്ടന്റ് മറയ്ക്കും. ഇപ്പോൾ നമ്മൾ ഡിഫോൾട്ട് ആയി തുടരുന്നു. അടുത്ത ഡ്രോപ്പ് ഡൗൺ കോഴ്സ് ലേഔട്ട് ആണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നതിലൂടെ എല്ലാ സെക്ഷൻസും ഒരു പേജിൽ കാണിക്കുവാനാകും. ഇവിടെ മറ്റൊരു ഓപ്ഷൻ ഷോ വൺ സെക്ഷൻ പെർ പേജ് ആണ്. സെക്ഷൻസ് എന്നതിന്റെ എണ്ണമനുസരിച്ച് പല പേജുകളായി കോഴ്സിനെ തരംതിരിക്കാം. ഷോ ഓൾ സെക്ഷൻസ് ഇൻ വൺ പേജ് എന്നതിൽ തന്നെ നമ്മൾ തുടരും. അടുത്തത് അപ്പിയറൻസ് സെക്ഷൻ. ഷോ ഗ്രേഡ് ബുക്ക് ടു സ്റ്റുഡന്റ്സ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. കോഴ്സിലെ പല ആക്ടിവിറ്റീസും അധ്യാപകർ ഗ്രേഡ് കൊടുക്കുവാൻ അനുവദിക്കുന്നു. ഈ ഓപ്ഷൻ ഒരു വിദ്യാർത്ഥിക്ക് ആ ഗ്രേഡുകൾ കാണുവാൻ കഴിയുമോ എന്ന് നിശ്ചയിക്കുന്നു. ഈ ഓപ്ഷൻ യെസ് എന്ന് ഡിഫോൾട്ട് ആയി സെറ്റ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ വിടുക. ഇതിനകം തിരഞ്ഞെടുത്തിട്ടില്ലെങ്കിൽ ഷോ ആക്ടിവിറ്റി റിപ്പോർട്ട്സ് യെസ് ആക്കി മാറ്റുക. ഒരു വിദ്യാർത്ഥി അവന്റെ അല്ലെങ്കിൽ അവളുടെ പ്രൊഫൈൽ പേജിൽ നിന്ന് ആക്ടിവിറ്റി റിപ്പോർട്ട്സ് കാണും എന്ന് ഇത് ഉറപ്പാക്കുന്നു. ഈ കോഴ്സിനു വേണ്ടി പരമാവധി വലിപ്പമുള്ള ഫയലുകൾ അപ്ലോഡ് ചെയ്യുവാൻ കഴിയുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യുവാൻ കഴിയും. അഡീഷണൽ മെറ്റീരിയൽസ്, അസൈൻമെന്റ്സ് എന്നിവയ്ക്കുള്ള ഫയലുകൾ അപ്ലോഡ് ചെയ്യാം. നമ്മുടെ അഡ്മിൻ ഇത് 128 MB ആക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് പരമാവധി ഫയൽ സൈസ് ആണ്. നമുക്ക് അതിന്റെ വലിപ്പം അതേപടി നിലനിർത്താം. നമ്മൾ എല്ലാ ക്രമീകരണങ്ങളും അവരുടെ ഡിഫോൾട്ട് മൂല്യങ്ങളിൽ വിടും. സ്ക്രോൾ ഡൗൺ ചെയ്ത് സേവ് ആൻഡ് ഡിസ്പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നാം കോഴ്സ് പേജിലേക്ക് വരുന്നു. ടോപ്പിക് നെയിമിനു മുകളിലുള്ള അനൗൺസ്മെന്റ്സ് ശ്രദ്ധിക്കുക. നിർബന്ധിതമായ വിവരങ്ങൾ, പുതിയ വാർത്തകൾ, അനൗൺസ്മെന്റ്സ് മുതലായവയെക്കുറിച്ച് വിദ്യാർത്ഥികളെ ഇത് അറിയിക്കും. പേജിന്റെ മുകളിൽ വലതുവശത്തുള്ള ഗിയർ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ടേൺ എഡിറ്റിംഗ് ഓൺ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, കോഴ്സിൽ മാറ്റങ്ങൾ വരുത്തണം. ഇപ്പോൾ അനൗൺസ്മെന്റ്സ് എന്നതിന്റെ വലതുവശത്ത് എഡിറ്റ് സെറ്റിംഗ്സ് എന്നിവ ക്ലിക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ താഴെ പറയുന്ന ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യും. പ്ലീസ് ചെക്ക് ദിസ് അനൗൺസ്മെന്റ്സ് റെഗുലർലി. ഡിസ്പ്ലേ ഡിസ്ക്രിപ്ഷൻ ഓൺ കോഴ്സ് പേജ് ചെക്ക് ചെയ്യുക. ഇത് ലിങ്കിന് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ കാണിക്കുന്നു. മറ്റെല്ലാ സെറ്റിംഗ്സും അതേപോലെ വിടുക. താഴേക്ക് സ്ക്രോൾ ചെയ്ത് സേവ് ആൻഡ് റിട്ടേൺ ടു കോഴ്സ് ക്ലിക്ക് ചെയ്യുക. കോഴ്സ് പേജിലേക്ക് നമ്മൾ തിരിച്ചു വരും. കൂടുതൽ അനൗൺസ്മെന്റ്സ് ചേർക്കുവാൻ അനൗൺസ്മെന്റ്സ് ടൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആഡ് എ ന്യൂ ടോപ്പിക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സബ്ജക്റ്റിന് മിനിമം റിക്വയർമെന്റ്സ് എന്ന് ടൈപ്പ് ചെയ്യുക. ഈ മെസ്സേജിൽ ടൈപ്പ് ചെയ്യുക: ദിസ് കോഴ്സ് റിക്വയർസ് യു ടു സബ്മിറ്റ് എ മിനിമം ഓഫ് 3 അസൈൻമെന്റ്സ് ആൻഡ് അറ്റംപ്റ്റ് 5 ക്വിസസ് ടു പാസ്. ഡിസ്കഷൻ സബ്സ്ക്രിപ്ഷൻ ചെക്ക് ചെയ്തിട്ടുണ്ടെന്ന് ശ്രദ്ധിക്കുക. അത് എഡിറ്റ് ചെയ്യുവാൻ കഴിയില്ല. കോഴ്സിൽ ചേർത്തിരിക്കുമ്പോൾ എൻറോൾ ചെയ്ത എല്ലാവരും നിർബന്ധിതമായും അത് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്.
അടുത്തത് അറ്റാച്ച്മെന്റ്സ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ബന്ധപ്പെട്ട ഫയലുകൾ ഡ്രാഗ്, ഡ്രോപ്പ് എന്നിവ ചെയ്ത് അപ്ലോഡ് ചെയ്യാം. ഫോറം എന്നതിനു മുകളിൽ അനൗൺസ്മെന്റ് കാണുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പിൻഡ് ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ അത് ടിക്ക് ചെയ്യും. അടുത്ത ചെക്ക് ബോക്സും ടിക്ക് ചെയ്യും. അത് ഉടനെ ഫോറം സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ അയക്കും. അടുത്തത് ഡിസ്പ്ലേ പീരിയഡ് സെക്ഷൻ വികസിപ്പിക്കുക. ഈ സെറ്റിംഗ്സ് ഫോറം പോസ്റ്റ് ഇവിടെ ഡേറ്റ് റേഞ്ച് കാണിക്കുമോ എന്ന് നിശ്ചയിക്കുന്നു. ഡിഫോൾട്ടായി ഇത് ഡിസേബിൾഡ് ആണ്. അതിനർത്ഥം പോസ്റ്റ്സ് എല്ലായ്പ്പോഴും ദൃശ്യമായിരിക്കും. നമ്മൾ ഡിഫോൾട്ട് സെറ്റിംഗ്സ് അങ്ങനെ തന്നെ വിടും. താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോസ്റ്റ് ടു ഫോറം ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അത് ഒരു വിജയ സന്ദേശം കാണിക്കുന്നു. പോസ്റ്റ്സ് മാറ്റം വരുത്തുവാൻ പോസ്റ്റ് ഓഥേഴ്സ് എന്നതിന് 30 മിനിറ്റ് ഉണ്ടായിരിക്കും. ബ്രെഡ് ക്രംബിലെ കാൽക്കുലസ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഈ സെക്ഷനിൽ വിശദമായ സിലബസ് ഉപയോഗിച്ച് ഒരു പേജ് ചേർക്കുവാൻ അനുവദിക്കുക. ജനറൽ സെക്ഷൻ താഴെ വലതുഭാഗത്തുള്ള ആഡ് ആൻ ആക്ടിവിറ്റി ഓർ റിസോഴ്സ് ക്ലിക്ക് ചെയ്യുക. റിസോഴ്സസ് ലിസ്റ്റിൽ നിന്നും പേജ് തിരഞ്ഞെടുക്കുക. നിങ്ങൾ തിരഞ്ഞെടുത്തപ്പോൾ ഈ ആക്ടിവിറ്റിയുടെ ഡിസ്ക്രിപ്ഷൻ വായിക്കുക. തുടർന്ന് ചുവടെയുള്ള ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഒരു പുതിയ പേജിലേക്ക് വരുന്നു. നെയിം ഫീൽഡിൽ ഡീറ്റെയിൽഡ് സിലബസ് എന്ന് ടൈപ്പ് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ടെക്സ്റ്റ് ബോക്സ് ശൂന്യമായി വിടും. ടൈറ്റിൽ സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. പേജ് കണ്ടന്റ് ടെക്സ്റ്റ് ബോക്സിൽ കാൽക്കുലസ് കോഴ്സിന്റെ വിശദമായ സിലബസ് ഞാൻ കൊടുക്കും. ഈ കണ്ടന്റ് ഈ ട്യൂട്ടോറിയലിലെ കോഡ് ഫയൽസ് ലിങ്കിൽ ലഭ്യമാണ്. പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുവാൻ കഴിയും. താഴേക്ക് സ്ക്രോൾ ചെയ്ത് സേവ് ആൻഡ് റിട്ടേൺ ടു കോഴ്സ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ വീണ്ടും കോഴ്സ് പേജിലേക്ക് തിരിച്ചു വരുന്നു. നമ്മൾ അക്കൗണ്ടിൽ നിന്ന് ഇപ്പോൾ ലോഗ് ഔട്ട് ചെയ്യും. അങ്ങനെ ചെയ്യുവാൻ മുകളിൽ വലതുവശത്തുള്ള യൂസർ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ലോഗ് ഔട്ട് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഈ പേജ് ഒരു വിദ്യാർത്ഥിക്ക് എങ്ങനെ കാണാമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എനിക്ക് സ്റ്റുഡന്റ് ഐഡി പ്രിയ സിൻഹ ഉണ്ട്. അഡ്മിൻ കാൽക്കുലസ് കോഴ്സിൽ ഈ വിദ്യാർത്ഥിയെ എൻറോൾ ചെയ്തു. ഞാൻ പ്രിയ സിൻഹ എന്ന വിദ്യാർത്ഥിയായി ലോഗിൻ ചെയ്തു. ഇപ്പോൾ ഞാൻ ഇടതുവശത്ത് കാൽക്കുലസ് ക്ലിക്ക് ചെയ്യും. ഇങ്ങനെയാണ് ഒരു വിദ്യാർത്ഥിക്ക് ഈ പേജ് കാണുന്നത്. ഈ പേജിന്റെ മുകളിൽ വലതുഭാഗത്തായി ഗിയർ ഐക്കൺ ഇല്ല എന്ന് ശ്രദ്ധിക്കുക. വിദ്യാർത്ഥിക്ക് കോഴ്സിന്റെ ഏതെങ്കിലും ഭാഗം എഡിറ്റ് ചെയ്യുവാൻ കഴിയാത്തതുകൊണ്ടാണ് ഇത്. നമ്മൾ ഇപ്പോൾ സ്റ്റുഡന്റ് ഐഡിയിൽ നിന്നും പുറത്തുകടക്കും. ഈ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു. സംഗ്രഹിക്കാം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിച്ചത് മൂഡിലെ കോഴ്സ് അഡ്മിനിസ്ട്രേഷൻ, കോഴ്സിലെ ആക്ടിവിറ്റീസ്, റിസോഴ്സസ് എന്നിവ. ഇതാ നിങ്ങൾക്കായി ഒരു ചെറിയ അസൈൻമെന്റ്. കോഴ്സ് ഔട്ട്കം വിശദമാക്കുന്ന ഒരു പുതിയ പേജ് റിസോഴ്സ് ചേർക്കുക. വിശദാംശങ്ങൾക്ക് ഈ ട്യൂട്ടോറിയലിന്റെ അസൈൻമെന്റ് ലിങ്ക് കാണുക. താഴെയുള്ള ലിങ്കിലെ വീഡിയോ സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രോജക്റ്റിനെ സംഗ്രഹിക്കുന്നു. ഇത് ഡൗൺലോഡ് ചെയ്ത് കാണുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് ടീം വർക്ക്ഷോപ്പുകൾ നടത്തി സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി എഴുതുക. ഈ ഫോറത്തിൽ നിങ്ങളുടെ സമയബന്ധിതമായ ക്വറീസ് പോസ്റ്റ് ചെയ്യുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രോജക്റ്റിന് ഫണ്ട് കൊടുക്കുന്നത് NMEICT, MHRD, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തുടങ്ങിയവരാണ്. ഈ മിഷനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ താഴെയുള്ള ലിങ്കിൽ ലഭ്യമാണ്. സ്പോക്കൻ ട്യൂട്ടോറിയൽ ടീമിൽ നിന്നും വിജി നായർ പങ്കെടുത്തതിന് നന്ദി.